നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടിലെപ്പോഴും ദാരിദ്ര്യം. എത്ര സമ്പാദിച്ചാലും കയ്യിൽ പണം നിൽക്കാതെ വരിക. ഇനി ഒരു രൂപ പോലും സമ്പാദിക്കാനേ സാധിക്കുന്നില്ല. അമിതമായ പാഴ്ചിലവ് ഉണ്ടാകുക. ഇനി സമ്പാദിച്ച പണം കടം തീർക്കാമെന്ന് വിചാരിച്ചാൽ ആ കടം പോലും തീർക്കാൻ സാധിക്കുന്നില്ല. കടബാധ്യത കൂടിക്കൊണ്ടേയിരിക്കുന്നു. പലിശ പോലും എങ്ങനെയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അടയ്ക്കേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ. ഇങ്ങനെ പണം സംബന്ധമായ പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത്. ഇത് കാരണം സമാധാനത്തോടെ ഉറങ്ങുവാൻ പോലും സാധിക്കുന്നില്ല. ഈ രീതിയിൽ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് മഹാലയ അമാവാസി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ വഴിപാട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ടാണ് ചെയ്യേണ്ടത്. ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള സകലവിധ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ, പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ ഇതെല്ലാം പൂർണ്ണമായും തീർന്നു കിട്ടുന്നതുമാണ്. കാരണം ഇന്നത്തെ ഈ അത്ഭുത ദിവസം വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമ്മൾ പാഴാക്കിയാൽ വീണ്ടും ഒരു വർഷം ഈ ഒരു ദിവസത്തിനായി നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. ഇനി ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ആവശ്യമുള്ളത് ഒരേ ഒരു കൈപ്പിടി കല്ലുപ്പ് മാത്രമാണ്. ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ടാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. ഇനി പരിഹാരം ചെയ്യുമ്പോൾ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ചെയ്യുവാൻ. അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷവും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും ഒരു കാരണവശാലും ഈ ഒരു വഴിപാട് ചെയ്യുവാൻ പാടില്ല. ഇനി പുലവാലായ്മയുള്ളവരും ഈ ഒരു മെത്തേഡ് ചെയ്യരുത്. ഇനി കഴിവതും ഇന്നത്തെ ഈ ഒരു ദിവസം നോൺ വെജ് ആരും കഴിക്കാതിരിക്കുക. ഇനി അറിയാതെയെങ്കിലും കഴിച്ചു പോയാൽ ഈ ഒരു മെത്തേഡ് ചെയ്യരുത്. ഇനി ഇന്ന് ഈ വഴിപാട് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ദിവസം ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. വെളുത്ത പക്ഷത്തിൽ വരുന്ന വെള്ളിയാഴ്ച, അതായത് ശുക്ലപക്ഷ വെള്ളിയാഴ്ച ദിവസം ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. വെളുത്ത പക്ഷത്തിൽ വരുന്ന വെള്ളിയാഴ്ച ദിവസം ഈ വഴിപാട് ചെയ്താൽ നല്ല ഫലം ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരത്തിനായി ഉപ്പെടുക്കുമ്പോൾ നിങ്ങളുടെ പൂജാമുറിയിലുള്ള ഉപ്പാണ് എടുക്കേണ്ടത്. ഒരു കാരണവശാലും അടുക്കളയിലിരിക്കുന്ന ഉപ്പെടുക്കരുത്. കാരണം നോൺ വെജ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അടുക്കളയിലുള്ള ഉപ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലുള്ള കല്ലുപ്പ് ഉപയോഗിച്ചോ ഈ പരിഹാരം ചെയ്യുക. കല്ലുപ്പ് എന്നാൽ അത് ലക്ഷ്മി ദേവിയുടെ അംശമാണ്. കല്ലുപ്പ് ഉപയോഗിച്ച് ധാരാളം വഴിപാടുകളുണ്ട്. കല്ലുപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ഏതു വഴിപാടിനും പൂർണ്ണഫലം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഹാളിലോ ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഇനി പൂജാമുറിയിൽ ഒരു ദീപം കൊളുത്തി വെച്ചതിന് ശേഷം ഈ വഴിപാട് ചെയ്താൽ ഇരട്ടി ഫലം ഉണ്ടാകുന്നതാണ്. ഇനി ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ബൗളിൽ ഒരു കൈപ്പിടി കല്ലുപ്പെടുക്കുക. പിന്നീട് കല്ലുപ്പിന് മുകളിലായി ഒരു നെല്ലിക്കയാണ് വെക്കേണ്ടത്. കല്ലുപ്പിൽ നെല്ലിക്ക വയ്ക്കുന്നതിലൂടെ 10 മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്ന് പുതിയ നെല്ലിക്ക വാങ്ങിയോ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ അതുപയോഗിച്ചും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. ഇനി ഈ നെല്ലിക്ക കല്ലുപ്പിന് മുകളിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ ഈ നെല്ലിക്ക വെക്കുക. പിന്നീട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, ഇനി അതല്ല എൻ്റെ ജീവിതത്തിൽ ഇതൊരിക്കലും നടക്കില്ല എന്ന് തോന്നിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതോ ഇനി എൻ്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമാണ്, ഇത് നടന്നിരുന്നെങ്കിൽ അതിൽ പരം സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങളും ഉണ്ടാകും. ഇനി പ്രധാനമായും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുന്നതിന് ഇപ്പോൾ ഒരു കേസ് നടക്കുകയാണ്. ആ കേസിൽ നിങ്ങൾ വിജയിക്കണം. ആ കേസ് വിജയിച്ചു കഴിഞ്ഞാൽ ഇത്ര സ്വത്ത് എനിക്ക് ലഭിക്കും, അല്ലെങ്കിൽ ആ വീട് എനിക്ക് ലഭിക്കും. ഇനി അതല്ലെങ്കിൽ എൻ്റെ സ്വർണം മറ്റൊരാൾ വാങ്ങി ഇതുവരെയും അത് തന്നിട്ടില്ല. ഇനി ഓഫീസിൽ നിന്നും എനിക്ക് കിട്ടാനുള്ള ആ ഒരു തുക അല്ലെങ്കിൽ പണം എനിക്ക് ലഭിക്കുന്നില്ല. ഇങ്ങനെ ഏത് തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അത് എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടുവാൻ നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ ഈ നെല്ലിക്ക വെച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളം കൈയിലുള്ള ആ നെല്ലിക്ക കല്ലുപ്പിന് മുകളിലായി വെക്കുക. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും. ഇന്ന് ഒരേ ഒരു രാത്രി ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ഉള്ളം കൈയിൽ ഈ നെല്ലിക്ക വെച്ച് നിങ്ങൾ എന്തെല്ലാമാണോ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പറയുന്നത് അത് അതുപോലെ തന്നെ ഈ നെല്ലിക്ക ആകർഷിക്കുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള അതിർവലകൾ ഈ നെല്ലിക്ക അതുപോലെ തന്നെ ആകർഷിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നെല്ലിക്ക നിങ്ങളുടെ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമേ എന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. കാരണം ഈ അമാവാസി ഇരുട്ടിന് അത്രയേറെ ശക്തിയാണുള്ളത്.
ഇനി തുടർച്ചയായ എല്ലാ അമാവാസി ദിവസവും പിതൃവഴിപാട് മുടങ്ങാതെ ചെയ്യുന്നവരാണെങ്കിൽ പിതൃക്കളുടെ അനുഗ്രഹം കൂടി നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഇനി ഈ ഒരു വഴിപാട് ചെയ്യുന്നതിന് മുൻപ് ആദ്യം നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഇത് ചെയ്യുവാൻ. നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും എത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് പുറത്തു കടക്കുവാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വഴിപാട് ചെയ്യുവാൻ. ഇനി ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാമാണോ സമ്പാദിക്കുന്നത് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഭർത്താവിൻ്റെ കയ്യിൽ കുറച്ചു നേരം നെല്ലിക്ക വെക്കുക. അതിനുശേഷം ഭാര്യയായി നിങ്ങളുടെ കയ്യിലും നെല്ലിക്ക വെക്കാവുന്നതാണ്. ഇനി മകൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ മകന്റെ കയ്യിലും ഇതേ രീതിയിൽ നെല്ലിക്ക വെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ എല്ലാവരും സമ്പാദിക്കുന്നുണ്ട്, എന്നിരുന്നാലും കടം ഞങ്ങളെ വിട്ടൊഴിയുന്നില്ല. അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരാണോ ജോലിക്ക് പോകുന്നത് സമ്പാദിക്കുന്നത് അവരുടെ എല്ലാം കയ്യിൽ ഈ നെല്ലിക്ക കുറച്ച് സമയം വീതം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോഴും പ്രധാനമായും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം തീരുന്നതിന് വേണ്ടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ ഒരു വീട്ടിലുള്ള 2-3 പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ്. ഇന്ന് മഹാലയ അമാവാസി ദിവസം രാത്രി മുഴുവനും ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം രാവിലെ, അതായത് വ്യാഴാഴ്ച രാവിലെ ഉണർന്ന് കുളിച്ചതിന് ശേഷം ഈ നെല്ലിക്ക എടുക്കാവുന്നതാണ്. ഇനി വ്യാഴാഴ്ച, അതായത് സന്ധ്യയ്ക്ക് മുൻപ് ഏത് സമയത്തും ഇത് തിരികെ എടുക്കാവുന്നതാണ്. ഈ നെല്ലിക്ക തിരികെ എടുത്തതിന് ശേഷം ഈ നെല്ലിക്ക കട്ട് ചെയ്ത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രസാദമായി കഴിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഈ നെല്ലിക്ക കട്ട് ചെയ്ത് ജ്യൂസ് പോലെ അടിച്ചതിന് ശേഷം വീട്ടിലുള്ള എല്ലാവർക്കും അത് കഴിക്കാവുന്നതാണ്. ഇന്ന് ഒരു ദിവസം മാത്രം ഈ വഴിപാടൊന്നും ചെയ്തു നോക്കൂ. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. വളരെ പവർഫുള്ളായ അത്ഭുതകരമായ ഒരു വഴിപാടാണിത്. ഇനി ബൗളിൽ വെച്ച കല്ലുപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി കിച്ചൺ സിങ്കിൽ ഒഴിച്ചു വിടാവുന്നതാണ്. അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കാവുന്നതുമാണ്. ഒരു കാരണവശാലും വഴിപാട് ചെയ്ത കല്ലുപ്പ് അടുക്കളയിൽ ഉപയോഗിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഉപ്പ് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ഒരു കാരണവശാലും ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുവാനും പാടില്ല. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇന്ന് രാത്രിയിൽ ഈ ഒരു അത്ഭുത വഴിപാട് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സാമ്പത്തിക പ്രശ്നം എന്നൊരു വാക്കുപോലും ഉണ്ടാകില്ല. മാത്രമല്ല, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതുപോലെ തന്നെ സാധിച്ചു കിട്ടുന്നതുമാണ്. അതുകൊണ്ട് വീട്ടിലെപ്പോഴും ദാരിദ്ര്യമുള്ളവരും എത്ര സമ്പാദിച്ചിട്ടും കയ്യിൽ പണം നിലനിൽക്കാത്തവരും കടബാധ്യത മൂലം വിഷമിക്കുന്നവരും കൂടാതെ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളാലും ദുരിതങ്ങളാലും വിഷമിക്കുന്നവരും ഇന്നത്തെ ഈ ഒരു അത്ഭുത ദിവസം ആരും പാഴാക്കരുത്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ വഴിപാട് ചെയ്താൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ മാറ്റം കണ്ടു തുടങ്ങുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ മിന്നൽ വേഗത്തിൽ ഫലമുണ്ടാകും എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.